ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓരോ നിമിഷവും വളരെ ജാഗ്രതയോടുകൂടിയും അതുപോലെ തന്നെ പുതിയ വാർത്തകൾ തേടിയുമുള്ള യാത്രയിലാണ് നിങ്ങളോടൊപ്പം നമ്മളും. മാറിമറിഞ്ഞ ദിവസം തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ അതെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന ഒഫീഷ്യലായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് വരുന്നത്. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകളും പ്രത്യാക്രമണങ്ങളും നമ്മൾ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് കേൾക്കുകയുണ്ടായി. ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ നമ്മൾ പാകിസ്ഥാനിൽ വീണ്ടും രണ്ടാം ഘട്ടം എന്ന നിലയിൽ തിരിച്ചടി കൊടുത്തതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുകയുണ്ടായി. റാവൽപിണ്ടി ഉൾപ്പെടെയുള്ള ആ ഒരു സ്റ്റേഡിയം ഉൾപ്പെടെ നമ്മൾ ഡ്രോൺ ആക്രമണത്തിലൂടെ നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അവിടുത്തെ മറ്റു പല സിറ്റികളിലും ഇത്തരത്തിൽ ഡ്രോൺ ആക്രമണം നമുക്ക് നടത്താൻ കഴിഞ്ഞു എന്നത് ഒരു നേട്ടമായി സൈന്യം മുന്നോട്ടെടുത്തു വെച്ചു. പക്ഷേ ഇപ്പോൾ ഏറ്റവും അവസാനമായി വരുന്ന വാർത്തകളനുസരിച്ച് പാകിസ്ഥാൻ ഇന്ത്യയിലെ 9 വിവിധ സ്ഥലങ്ങൾ, രാജസ്ഥാനും ജമ്മുവും അടക്കമുള്ള വിവിധ സ്ഥലങ്ങളിൽ ആക്രമണ ശ്രമം നടത്തി എന്നും അതോടൊപ്പം തന്നെ നിലം തൊടാതെ ആ പാക് ഡ്രോണുകളെ ഇന്ത്യൻ മിസൈലുകൾ വെടിവെച്ചിട്ടു എന്ന വാർത്തകളും തന്നെയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പാകിസ്ഥാൻ്റെ യുദ്ധവിമാനമായിട്ടുള്ള F-16 നിലം തൊടാതെ തന്നെ നമ്മുടെ മറ്റ് ആകാശ് പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് വെടിവെച്ചിട്ടിരിക്കുന്നു എന്ന വാർത്തകൾ കൂടിയുണ്ട്. പക്ഷേ ജമ്മുവിലെ പീപ്പിൾ, അതായത് ജനങ്ങൾ ഒട്ടാകെ വളരെ അതീവ ജാഗ്രതയിൽ തന്നെയാണ്. അതിർത്തി പ്രദേശങ്ങളിലെ ആളുകളെ ഇപ്പോൾ തന്നെ മാറ്റി പാർപ്പിക്കുന്നുണ്ട്, യുദ്ധബാങ്കറുകളിലേക്ക് മാറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജമ്മുവിലെ വിമാനത്താവളം ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ ആക്രമണ ശ്രമം നടത്തുന്നു എന്ന ഏറ്റവും പുതിയ വാർത്തകൾ കൂടി വരുന്നുണ്ട്. എന്തായാലും അവിടുത്തെ വൈദ്യുതി ബന്ധം ഒട്ടാകെ വിച്ഛേദിക്കുകയും ഇൻ്റർനെറ്റ് സേവനങ്ങൾ പരമാവധി വിച്ഛേദിക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. ഇന്ന് PSL ഉൾപ്പെടെയുള്ള കളികൾ നടക്കേണ്ടിയിരുന്ന ഒരു സ്ഥലമാണ് റാവൽപിണ്ടി. അതുകൊണ്ട് തന്നെ പുലിയുടെ മടയിൽ പോയി നമ്മൾ അവിടെ തന്നെ വെടിവെച്ചിടുന്നു എന്ന തരത്തിലുള്ളൊരു നയമാണ് നമ്മുടെ ഇന്ത്യൻ സൈന്യം സ്വീകരിച്ചത്. ഇപ്പോഴിതാ തിരിച്ചടിക്കാൻ നോക്കിയ പാകിസ്ഥാനെ നിലം തൊടാൻ സമ്മതിക്കാതെ തന്നെ ഒരു പ്രത്യാക്രമണ എന്ന നിലയിൽ ഫൈറ്റർ ജെറ്റുകളുടെ മറ്റൊരു തിരിച്ചടി ഇന്ത്യൻ സൈന്യം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവസാന പാക് പ്രധാനമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം പാക് സൈന്യത്തിന് നൽകിക്കൊണ്ട് എന്നൊരു വാർത്ത വന്നിരുന്നു. ഇപ്പോഴിതാ വീണ്ടും പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞതുപോലെ വീണ്ടും ഒരു തിരിച്ചടി നമ്മൾ കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ചെയ്തത് അവരുടെ നിരപരാധികളായിട്ടുള്ള ജനങ്ങളെ അല്ല നമ്മൾ ആക്രമിച്ചത്, മറിച്ച് 9 ഭീകര താവളങ്ങളെ മാത്രം തിരഞ്ഞുപിടിച്ച് ആക്രമിച്ച് അത് അന്താരാഷ്ട്ര മാധ്യമങ്ങളെ ഉൾപ്പെടെ മറ്റ് രാജ്യങ്ങളെ ഉൾപ്പെടെ ബോധിപ്പിക്കാൻ നമുക്ക് ശ്രമിച്ചു. പക്ഷേ ഇപ്പോഴിതാ പാകിസ്ഥാൻ തിരിച്ചടിക്കുന്നത്, പാകിസ്ഥാൻ സൈന്യം തന്നെ ആ ഒരു ഭീകര ആക്രമണവുമായി ബന്ധപ്പെട്ടവരുടെ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിൻ്റെ വിവിധ ദൃശ്യങ്ങൾ ലോകമാധ്യമങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ ഇതാ ആഗോള ഭീകരതയ്ക്ക് വളമിടുന്ന രാജ്യമായിട്ട് പാകിസ്ഥാൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ തിരിച്ചടിക്കുന്നത് ഒരു നെറികെട്ട യുദ്ധമായി മാറുകയാണ്. കണ്ണിൽ ചോരയില്ലാത്ത യുദ്ധമായി നിരപരാധികളായിട്ടുള്ള ജനങ്ങളുടെ ജനവാസ മേഖലകളെ ഇത്തരത്തിൽ ആക്രമിക്കുന്ന ഒരു രീതിയാണ്. അതെന്തായാലും ഇന്ത്യൻ സൈന്യം, ഇന്ത്യൻ ഗവൺമെൻറ് നോക്കിയിരിക്കില്ല, തിരിച്ചടി ഉണ്ടാകുക തന്നെ ചെയ്യും. പക്ഷേ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകാതിരിക്കാൻ തന്നെയാണ് ഓരോ നിമിഷവും നമ്മൾ പ്രാർത്ഥിക്കുകയും. കാരണം ഇരുവശത്തും നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് നിരവധി നിരപരാധികളെയാണ്. അതുകൊണ്ട് ഏറ്റവും പുതിയ വാർത്തകൾക്ക് വേണ്ടി കാത്തിരിക്കാം.